വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് നിയുക്ത മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പിണറായി വിജയന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കാണുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ നയിച്ച മുഖ്യമന്ത്രി ഇനി നിയുക്ത പ്രതിപക്ഷ നേതാവാണ്. റോൾ എക്സ്ചേഞ്ച് ഒരേ ദിവസമാണ് ഇന്നലെ നടന്നത്. അതിനുശേഷമുള്ള കൂടിക്കാഴ്ച വളരെ ഊഷ്മളമായ, നമുക്ക് അറിയാം, അദ്ദേഹം വീടിൻ്റെ പൂമുഖത്തെത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ്. മാർഷൽ വി സെബാസ്റ്റ്യനും ഒപ്പം ആർ അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദൻ, അവിടെ കൂടിക്കാഴ്ച തുടരുകയാണ്. അദ്ദേഹം ഇറങ്ങുമ്പോഴായിരിക്കും അവിടെ നിന്ന് നമുക്കൊരു ഇനി വാർത്ത കിട്ടാനുള്ളത്. മാർഷൽ, ഈ കൂടിക്കാഴ്ച ഇതൊരു കേർട്ടസി വിസിറ്റാണ്. എല്ലാ നിയുക്ത മുഖ്യമന്ത്രിമാരും അതിന് തൊട്ട് മുൻപത്തെ മുഖ്യമന്ത്രിമാരെ വീട്ടിലെത്തി കാണാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറ്റവും പ്രാധാന്യം വരുന്നത് എനിക്ക് തോന്നുന്നത് നേർക്ക് നേർ നിന്ന് പോരാടിയ വി.ഡി. സതീശൻ, നമുക്കറിയാം, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ നടക്കുന്നത്. ആ സമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വ്യൂഹത്തിൽ 3 വാഹനങ്ങൾ മാത്രം, എസ്കോർട്ടും പൈലറ്റും മാത്രമാണ് ഉണ്ടാവുക. റോഡുകളിൽ ജനങ്ങളെ തടയരുതെന്ന നിർദ്ദേശം നൽകിയെന്നും കൂടി വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു തീരുമാനമാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എടുത്തിരിക്കുന്നത്. അദ്ദേഹം പോലീസ് മേധാവിയോട് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അത് കേവലം മാത്രം ചുരുക്കണമെന്നും ജനങ്ങളെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കരുത്. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴികളിൽ വാഹനങ്ങൾ തടയാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. സാധാരണക്കാരനെ പോലെ മാത്രം എനിക്ക് പോയാൽ മതി. അതുകൊണ്ട് എനിക്ക് പൈലറ്റ് മാത്രം മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് അത്തരമൊരു സുരക്ഷ ഒരുക്കുന്നത് സാധിക്കില്ല എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് എസ്കോർട്ടും പൈലറ്റും മാത്രമാക്കി ചുരുക്കണം. മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോയ പോലെയുള്ള വാഹന വ്യൂഹമോ ആ രീതിയിൽ ജനങ്ങളെ തടഞ്ഞുകൊണ്ട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാടക വീട്ടിലേക്ക് അദ്ദേഹം പോയത്. അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം പോകുന്ന വഴികളെല്ലാം തന്നെ ഇന്നലെയും പോലീസ് നേരത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ പോലെയുള്ള ഒരു സുരക്ഷ ഒരുക്കിയിരുന്നു. എന്നാൽ അത് പാടില്ല എന്നും അത് ശ്രദ്ധയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നതുമാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായ യാത്ര നടത്തുന്ന വി.ഡി. സതീശന് ഒപ്പമുണ്ടാകുക പൈലറ്റ് വാഹനവും അതോടൊപ്പം തന്നെ എസ്കോർട്ട് വാഹനവും മാത്രമായിരിക്കും. കൂടുതൽ സുരക്ഷകളോ മറ്റ് സംവിധാനങ്ങളോ തനിക്ക് ആവശ്യമില്ലെന്നും തൻ്റെ പേരിൽ ജനങ്ങൾ റോഡുകളിൽ ബുദ്ധിമുട്ടാൻ പാടില്ലെന്നും ഏതെങ്കിലും സമയത്ത് വാഹന ബ്ലോക്ക് ഉണ്ടാകുന്ന തരത്തിലേക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് താൻ അറിയണമെന്നുമുള്ള നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 20 വാഹനങ്ങളുടെയൊക്കെ അകമ്പടി ആഡംബരമാണെന്നും അത്തരം രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുമുള്ള നിർദ്ദേശം അത് കർശനമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഞ്ചരിക്കുമ്പോൾ അതിൽ എസ്കോർട്ടും പൈലറ്റും മാത്രമേ പാടുള്ളൂ. മറ്റു കൂടുതൽ വാഹന വ്യൂഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ശ്രീജ, ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിയുക്ത മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തിരിക്കുന്നു. അത് ഇന്നലെ തൊട്ട് തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അതിനനുസരിച്ച് ഇനി റോഡിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമൊന്നും സൃഷ്ടിക്കരുത്. സാധാരണക്കാരനെ പോലെ ഇത്രയും നാൾ സഞ്ചരിച്ചതുപോലെ താൻ സഞ്ചരിച്ചോളാം എന്ന വി.ഡി. സതീശൻ പറയുമ്പോൾ അത് പറ്റില്ല. പൈലറ്റും എസ്കോർട്ടുമെങ്കിലും വേണമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷ ഒരുക്കുന്നവർ എന്ന നിലയ്ക്ക് അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇന്ധന പ്രതിസന്ധിയൊക്കെ കണക്കിലെടുക്കുമ്പോൾ വാഹനങ്ങൾ കുറയ്ക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നുള്ളത് അതിന്റെ മറ്റൊരു വശം. അതിനും അപ്പുറത്തൊരു VIP സംസ്കാരത്തിന് അവസാനമിടുകയാണ് വി.ഡി. സതീശൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനങ്ങളെ തൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് അദ്ദേഹം എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പിണറായി വിജയന്റെ വീടിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. പിണറായി വിജയന്റെ ഭാര്യ കമലയും മകൾ വീണയും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്.